നിങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. എവിടുന്ന് സെലക്ട് ചെയ്തത്? അയ്യോ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓ അരുൺഡേഡ് ആണ്. ഇത് റീൽസിലൊക്കെ ആളുകൾ തിരയുന്നുണ്ട് ഇത്. ഈ മാത്തുവിന്റെ ഉടുപ്പ് പാരമ്പര്യമായിട്ട് കൈമാറിയ ഉടുപ്പാണ്. അത് അവളുടെ ഓപ്പോളുടെ ഏത് ഈ ഉടുപ്പാ? അതെ. അത് ഒരെണ്ണമാണ്. എന്റെ അത് ഏട്ടന്റെ മകളുണ്ട് ബാംഗ്ലൂർ. ഏട്ടന്റെ മകളുണ്ട്. ആ എന്റെ ഏട്ടന്റെ മോള് മണിക്കുട്ടി ഉം. ദിയ, അവളുടെ ഉടുപ്പൊക്കെ അവൾക്ക് കിട്ടാറുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാല് എന്റെ അരുണേട്ടന്റെ അനിയത്തിക്ക് അനിയത്തിയുണ്ട്. മകളുണ്ട്. അതിങ്ങനെ അതാണ് പാരമ്പര്യമായിട്ട് ഇങ്ങനെ 2 വയസ്സ് വ്യത്യാസത്തിലാണ്. കൈമാറും. അപ്പൊ വലിയ ചെലവൊന്നുമില്ല. ഇല്ല, ചെലവില്ല. അത് ഇത് അത് ഏട്ടനെ ചെലവുള്ളൂ. അമ്മണിയുടെ ചെറുതായാല് അമ്മണി റോഹിക്കാ കൊടുക്കുക. ആ കുട്ടിക്ക് കൊടുക്കും. അതാണ്. ഇത് ഇത് ഒരു തവണ എടുത്തുള്ളൂ. തവണ ഇടുവോ? ആ ഇതുണ്ടോ? ചില ഡ്രസ് ഒന്നും തീരെ ഇടില്ല. ഉം. ഒരു പ്രാവശ്യമൊക്കെ ഇടുള്ളൂ. അത് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അതവിടെ മാറ്റി മാറ്റി വെക്കും. അപ്പൊ ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ കൂടുതലും വെസ്റ്റേൺ വെയർ ആണ്. ഈ ഫ്രോക്ക് ഒന്നും നമുക്ക് ഇഷ്ടമല്ല. വെസ്റ്റേൺ വെയർ ഒക്കെയാണ് കൂടുതലും ഇടുന്നത്. എവിടുന്ന് ഈ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത്? ആരാ? അരുണാണോ? അല്ല. അല്ലല്ല. അല്ല, സെലക്ട് ചെയ്താല് അതൊക്കെ മൃദുല തന്നെയാണ്. ആണോ? നമുക്കൊന്നും ആ അല്ലാതെ ടേസ്റ്റ് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല ആൾക്ക്. എനിക്ക് അങ്ങനൊന്നും അറിയില്ല. Taste ഒന്നും അതൊക്കെ മൃദുല തന്നെയാ ചെയ്യുന്നത് എല്ലാം. ഒരു 3-4 പിക്ക് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചൂസ് ചെയ്യും. 3-4 കുറെ എണ്ണം പിക്ക് ചെയ്തിട്ട് ഉം. കറക്റ്റ് സ്യൂട്ട് ആവുന്ന കോമ്പിനേഷൻ ഞാനാണ് പറഞ്ഞു കൊടുക്കാറ്. കുറെ ചില കോമ്പിനേഷൻസ് പുള്ളി ഒറ്റയ്ക്കൊന്നും പോയിട്ട് ഇടുന്നത്. ഡ്രസ് ഒന്നും വാങ്ങൊന്നുമില്ല. അതൊക്കെ മൃദുല പോയിട്ട് തന്നെയാ വാങ്ങുക ചെയ്യാം. ചെയ്യാനും ഒറ്റയ്ക്ക് പോവാറേ ഇല്ല. എപ്പോഴും ഞാൻ വേണം. ആണല്ലേ? ഉം. നമുക്ക് കോളേജിൽ പോകുമ്പോ അങ്ങനെ ഫോർമൽ ഡ്രസ്സിങ് അങ്ങനെയല്ലേ, അതെ. വേറെ കാഷ്വലൊന്നും നടക്കുന്ന. ഡോക്ടേഴ്സ് ഒക്കെ കുറച്ച് അക്കാര്യത്തിലൊക്കെ വളരെ കെയർലെസ് ആണ്. അവര് ശ്രദ്ധിക്കത്തില്ലെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടല്ല, ആദ്യം മുതലേ അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. എന്ത് കിട്ടിയാലും ഇല്ല, അത്ര ഒന്നും. പാവമാണല്ലേ അരുൺ? പാവൊന്നുമല്ല. ഈ അത് മാത്രം പറയരുത്. എന്താണ് പാവം അല്ലാത്ത? എന്തുകൊണ്ടാണ്? പാവൊന്നുമല്ല. എന്തായാലും പ്രതികരിക്കുന്ന ആളാണ്. ആ. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഉം. മാതു അല്ല, മാതു പറയും അത് ബാക്കി. പാവത്തിന്റെ ഡെഫിനേഷനിൽ വരുന്ന കാര്യമാണ്. പാവല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആണല്ലേ? ഇത്തിരി പാവാണ്, ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആണ്. ഇത്തിരി പാവം എന്താ കാര്യത്തിൽ ഇത്തിരി പാവം? അങ്ങനെയല്ല, ഒരു സീക്വൻസിൽ ഒരു ചിട്ടയിലൊക്കെ കഴിയുന്ന ഒരാളാണ്. ആ, ആ. അപ്പൊ ചിലപ്പം ഒരു ചാനൽ അങ്ങോട്ട് വീഴില്ല. ചിട്ട- അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരിക്കും. സ്വാഭാവികമായിട്ട് ചിട്ട ഇല്ലാത്തതുകൊണ്ട് അതെ. വഴക്ക് കേൾക്കും. എന്തായാലും ഞങ്ങൾക്ക് അല്ല, രാവിലെ നേരത്തെ എണീക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നേരത്തെ അല്ല, എനിക്കല്ല കേട്ടോ, ഇവക്കാണ്. പോവേണ്ട സമയത്ത് എണീക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതിനാണ് ഈ വലിയ ഇതൊന്നും പറയുന്നല്ലേ? അത്രേ ഉള്ളൂ. നമ്മളെല്ലാം നേരത്തെ 4 മണിക്ക് എഴുന്നേക്കോ? 4 മണിക്കൊന്നും എണീക്കുന്നില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. നമ്മൾക്ക് പോവേണ്ട സമയം അനുസരിച്ചിട്ട് എനിക്ക് രാവിലെ 7:30 ഇറങ്ങണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ എണീക്കണല്ലോ. ഇയാൾക്കും പോകണം 8 മണിയാവുന്ന സമയത്ത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭാവി വധു ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നോ? നമ്മളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കുന്ന- കുട്ടി തന്നെ ആയിരുന്നു മൃദുല? ആ, അത്ര ഞാനങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് മാത്രം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇതിങ്ങനെ ഫ്രെയിം വരച്ച് അതൊന്നും ഒന്നുമില്ല. വെച്ചാ അവരും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു ഫ്രീഡം, അതിനുള്ള റൈറ്റ് ഉള്ള ആളാണല്ലോ. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മളൊരു പ്രശ്നമാവരുത്, നമ്മുടെ ചാനലിൽ നിന്ന് മാറാത്തൊരു സാഹചര്യം അവർ ഒരുക്കി തരണം, അങ്ങനത്തെ ഒരു സങ്കല്പമൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ ആഗ്രഹം. അങ്ങനെയുള്ള ഒരാളായിരുന്നു മൃദുല. അതെ 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 അതെ. അല്ല, എന്റെ പ്രൊഫഷനില് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് അയാൾക്ക് തിരക്കുണ്ടായിട്ട് പോലും ഉള്ള സാഹചര്യം ഉണ്ടാവേണ്ട ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. ഇപ്പൊ മോള് ചെറുതാവുന്ന സമയത്ത് ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് മൃദുലയുടെ പേരൻസ് വന്നു അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ വീട്ടിൽ നിന്നായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക. എങ്ങനെയാണെങ്കിലും അത് ആളുടെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് എന്റെ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണത്. മൃദുലയ്ക്ക് 2 കൺസിഡറേഷനിലായിരുന്നു. ഒന്ന് പുറത്തുനിന്നുള്ള ആളാവരുത്, പിന്നെ ഇവിടെ സംഗീതത്തെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം. ചെയ്യുന്ന ഒരാളായിരിക്കും. അല്ലാതെ വേറെ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വേറെ എങ്ങനെ ക്യാരക്ടർ നമുക്ക് പക്ഷെ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ Predictable. പറ്റില്ലല്ലോ. ഒരു ദിവസം കാണുന്ന ഒരു സംസാരിച്ച ഒരു ഇത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ലക്കാണെന്ന് വേണമെങ്കിൽ. പിന്നെ അന്വേഷിക്കുമ്പോൾ നല്ല ഫീഡ്ബാക്ക് ആണ്, മീൻസ് നല്ല അഭിപ്രായമാണ് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടിയത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പരിചയപ്പെടുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ പോളിഷ്ഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടൊരു അതെ, ഒക്കെ. നമുക്ക് പക്ഷെ പറയാൻ അതിലൊന്നും പറ്റില്ല. ഒന്നുമില്ല. നമ്മുടെ ദൈവാധീനം മാത്രമാണ്, അതെ. ഭാഗ്യമാണ് നല്ലൊരു പാർട്ണർ ഉണ്ടാവുക എന്ന് പറയണത്. ചുങ്ക ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. എനിക്കൊന്ന് നിങ്ങളെല്ലാം സസ്യാഹാരികളാണ്.
നോൺ വെജിന്റെ അല്ല. ഇപ്പൊ കഴിക്കാറൊക്കെ ചെറുതായിട്ട് ഉണ്ട്. കഴിക്കാൻ തുടങ്ങി. ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. ഉം. ഞാന് അത്യാവശ്യം പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു. കഴിച്ചിരുന്നു. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല, വെജിറ്റേറിയൻ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട്. ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, വേറെ ഫിഷ് ഒന്നും കഴിച്ചിട്ടില്ല. ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല വേറെ. ഞങ്ങള് ഒന്നും കിട്ടിയില്ലെങ്കിൽ പുറത്തൊക്കെ ചിക്കൻ പോയിട്ട് കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴാ മാറിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഷോസ് ചെയ്യാനായിട്ട് പോയിണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ ലിറ്ററലി പട്ടിണിയായി. അവിടെ ആണെങ്കിൽ വെജ് മീല് നമ്മൾ ഉച്ചക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണ്ട, പെർഫോമൻസിന് പോവാണ്. അപ്പൊ ഞാൻ മീലായിട്ട് കിട്ടിയ വെറും സാലഡാണ്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്ന ആളാ, ഇടയ്ക്കിടയ്ക്ക് വിശപ്പുള്ള ആളാ. അപ്പൊ കാര്യമായിട്ട് കഴിച്ചില്ല, എനിക്ക് ആകെ ഭയങ്കര ടെൻഷനും ആവും, ദേഷ്യം വരും, പെർഫോമൻസിനെ അത് ബാധിക്കും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ചിക്കൻ എങ്കിലും കഴിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പെടും, ഇനിയും പെടാൻ പോവാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ നാട്ടിൽ വന്ന് എന്തോ ഒരു ഫംഗ്ഷനാണ് ആദ്യമായിട്ട് ചിക്കൻ കഴിച്ചു തുടങ്ങിയത്. അപ്പൊ കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമില്ല. നേരത്തെ തുടങ്ങേണ്ടതായിരുന്നില്ലേ? അല്ല, ഇപ്പോഴും ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ കഴിക്കുള്ളൂ. അതാണ് ഓപ്ഷൻ ഇഷ്ടം. ഇല്ലെങ്കിൽ മാത്രമേ പണ്ട് മുതലേ ശീലിച്ചത് കൊണ്ടായിരിക്കും. പിന്നെ എഗ്ഗ് കഴിക്കും, അതും വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ഹെൽത്തിന് വേണ്ടി കഴിക്കുന്നതാ. അപ്പൊ ഈ ഓസ്ട്രേലിയയിൽ എങ്ങനെ മുഴുപട്ടിണിയായിരുന്നു? മിക്കവാറും പട്ടിണിയായിരുന്നു. രണ്ടാഴ്ച ആണല്ലേ? അപ്പൊ നല്ലോണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭക്ഷണം പക്ഷെ എന്നിട്ട് കഴിക്കുന്നൊന്നും കാണുന്നില്ല. ഇങ്ങനെ വലിഞ്ഞ വേറെ യോഗ വല്ലതും ഉണ്ടോ? യോഗ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. പണ്ട് ഞാൻ പക്ഷെ കഴിക്കുന്നത് വളരെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുപാട് കഴിച്ചിരുന്നു. ദോശയാണെങ്കിൽ കുറെ ദോശ കഴിക്കും രാവിലെ. ദോശയാണ് 3 നേരം ദോശ കൊടുത്താല്. അതെ, അപ്പൊ വീട്ടിൽ നിന്ന് അപ്പൊ ഭയങ്കര അത്യാവശ്യം പാട്ടൊക്കെ പഠിപ്പിക്കണേ ദോശ ഇട്ട് കൊടുത്താൽ മതി. വീട്ടിൽ നിന്നാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അമ്മയും അച്ഛനും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. രാവിലെ ദോശ കഴിക്കുന്നു, വൈകുന്നേരം സ്കൂള് വിട്ട് വന്നാൽ ദോശ കഴിക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് ചോറ്, ഒന്നിനും ഒരു കുറവില്ല. രാത്രിയും ചോറ് ഇവരൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീ കഴിക്കുന്ന പോലെ ആയിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ആ ഒരു മാറ്റമാണ്. അപ്പൊ അത്രയും കഴിച്ചിരുന്നത് ഇപ്പൊ നോർമലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും മാറ്റം വന്നു. ചേട്ടനായിട്ട് ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണ കാര്യത്തില്? ഇത് എന്റെ അതെ. പിന്നെ ഏട്ടൻ എന്റെ മെയിൻ വില്ലൻ. ഏട്ടൻ അപ്പൊ ഞാൻ ഭക്ഷണപ്രിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഏട്ടൻ എന്നെക്കാട്ടും ഭക്ഷണപ്രിയനാണ്. അപ്പൊ ഏട്ടൻ എന്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുക ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഞാൻ അവിടെ നോക്കുന്ന പറഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്റെ പ്ലേറ്റ് കാലിയായിരിക്കും. അപ്പൊ ഏട്ടന്റെ പ്ലേറ്റിൽ ഒന്നും എടുക്കില്ല, എന്റെ പ്ലേറ്റിൽ നിന്നാണ് എല്ലാം. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാനാണിത് മുഴുവൻ തീർത്തത്. അങ്ങനെ പിന്നെ ഏട്ടൻ പോയപ്പോഴാണ് എനിക്ക് ശരിക്കും ഭക്ഷണം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അരുൺ ഭക്ഷണ കാര്യത്തിലൊക്കെ കുറച്ച് വളരെ മോശമാണ്. ആണല്ലേ? ഭയങ്കര ചോയ്സ് ഇല്ല. ഭയങ്കര ഫുഡിയൊന്നുമല്ല, ഒന്നുമല്ല. എന്ത് കിട്ടിയാലും കഴിക്കാൻ. ആകെ ഒരു പനീർ ബട്ടർ മസാല ഉണ്ട്, ചപ്പാത്തി, രണ്ടുപേർക്കും അത് മതി. മോളുടെ ഫേവറേറ്റ് സാധനങ്ങൾ ഇതാ. അപ്പൊ ഈ ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവര് രണ്ടുപേരും അതേ പറയുള്ളൂ. അപ്പൊ ഈ കറി പിസയും ബർഗറും അതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ വല്ലപ്പോഴും. ആരോഗ്യമുള്ള ആഹാരത്തെ പറ്റി പറയുന്നത് മാത്രമാണ് പറയുന്നത്. ഇവരത് ഓർഡർ ചെയ്ത പിന്നെ ഈ കറിയൊന്നും കഴിക്കൂല, മുഴുവൻ കഴിക്കില്ല. അപ്പൊ ഞാനും വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനത് കഴിക്കേണ്ടി വരും. വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ വേറെ ഓർഡർ ചെയ്യില്ല. എന്ത് ഓർഡർ ചെയ്താലും ഞാൻ കഴിക്കേണ്ടി വരും അവസാനം. അതിലൊക്കെ ഭാഗ്യം ചെയ്യണ്ടേ ഇങ്ങനെ ഒരാള് കിട്ടാൻ. അതെ, അത് ശരിയാണ്. ബാക്കി ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷെ എനിക്ക് എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. നമുക്ക് മെയ്ഡ് ഉണ്ട് ഇപ്പം, പക്ഷെ ഇടയ്ക്ക് ഒരു പരീക്ഷണം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അങ്ങനെ എൻ്റെ കുക്കിങ്ങിനുള്ള ഒരു കഴിവിനെ നശിപ്പിച്ച ആളാണെന്ന് വേണേൽ പറയാം. കാരണം എന്താ വെച്ചാല് പ്രോത്സാഹനം ഇല്ല. നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കാൻ ഒരാൾ വേണ്ടേ. നമ്മള് എനിക്ക് ഉണ്ടാക്കി സത്യത്തിന്റെ മുഖം വളരെ അല്ല, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കും. അല്ല, ഭക്ഷണം ഉണ്ടാക്കുമ്പോ അറിയാട്ടോ, ഇഷ്ടമുള്ള കാര്യമാണ്, രുചിയൊക്കെ ഉണ്ടാവാറൊക്കെ. എന്നിട്ട് നാട്ടിൽ പോയാ നാട്ടിലെല്ലാരും ഭയങ്കര ഭക്ഷണപ്രിയരാണ്. എന്റെ ഫാമിലി മൊത്തം ഞങ്ങള് ആ തറവാട് മുഴുവൻ അങ്ങനെയാണെന്ന് വേണേ പറയാം.
അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡാണ് എൻ്റെ ഫുഡിനൊക്കെ ഭയങ്കര. അവിടെ പോയി ഞാൻ ഭയങ്കര ഭയങ്കര സംഭവം, ഭയങ്കര ഷെഫാണ്. എന്താണ് ഉണ്ടാക്കുന്നത് മെയിനായിട്ട്? ഒന്നുമില്ല, ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ, പനീർ ബട്ടർ മസാല. വെജിറ്റേറിയൻ മാത്രമേ കോവിഡിന്റെ സമയത്തായിരുന്നു, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു, പാട്ട് പാടാൻ പോവാനില്ല, ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. ആ സമയത്ത് ഫുൾ പരീക്ഷണങ്ങൾ അവരുടെ മുകളിലായിരുന്നു, നാട്ടിലായിരുന്നു. എല്ലാവരും കഴിക്കുകയും ചെയ്യും, ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പൊ അപ്പുറത്തുമൊക്കെ നമ്മുടെ ഫാമിലി തന്നെയാണ്, 3 വീടുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കും, ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പൊ അങ്ങനെ കുറെ ഡിഷസ് ഒക്കെ പഠിച്ചു. പക്ഷെ പിന്നീട് കോവിഡ് കഴിഞ്ഞപ്പോ സമയം കിട്ടുന്നില്ല, പിന്നെ ഇവിടെ പ്രോത്സാഹനവും ഇല്ല. അപ്പൊ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി. നല്ലൊരു അതാണ് ഷെഫിനെയാണ് കൊന്നു കളഞ്ഞത്. അവര് മെയ്ഡുണ്ട്, അവര് കളഞ്ഞിട്ട് പോകണ്ട, അവർക്ക് ജോലി എന്തെങ്കിലും വേണ്ടേ. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ. ഇത് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് തൃശ്ശൂരാണ്. അതെ. തൃശ്ശൂർ നമ്മൾ ഇരിക്കുമ്പോ പെട്ടെന്ന് ജയചന്ദ്രനെ ഓർക്കാതെ പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്, സിനിമയിൽ പാടിയിട്ടുണ്ട് അല്ലേ? അദ്ദേഹമായിട്ടുള്ളൊരു ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? അയ്യോ, അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സെലിബ്രിറ്റീനെ കണ്ടിട്ടില്ല. ഞാൻ വെറും വാക്ക് പറയല്ല. അദ്ദേഹത്തിനെ കാണുന്നതിന് മുന്നേ നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാട് കേട്ട് ഭയങ്കരമായിട്ട് ആരാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ പേടിയോടെയാണ് പോയി സംസാരിച്ചതും ഇടപഴകിയതൊക്കെ. പിന്നീട് അങ്ങോട്ട് പല വേദികളിലും അടുത്ത് ഇടപഴകാൻ സാധിച്ചു. അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു പാവം, എനിക്കങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ. ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്, എന്താണ് ഉള്ളിലുള്ളത് അത് അപ്പോൾ തന്നെ തുറന്നു പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പേടിക്കേണ്ട. സാധാരണ നമ്മൾ പലരും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ അടുത്ത് ഇടപഴകുമ്പോഴാണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത്, ഇടയിൽ കൂടെ പണി വരും. പക്ഷെ ജയചന്ദ്രൻ സാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ശുദ്ധനാണ്. ദേഷ്യം വന്നാൽ അപ്പം അത് അങ്ങനെ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. സ്നേഹമാണെങ്കിൽ അത്രയും സ്നേഹം കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സാറ് പോയ സമയത്ത് ഭയങ്കര വീട്ടിലത്തെ ഒരാള് നഷ്ടപ്പെട്ട പോലെയാണ്. സാറ് ഫോൺ ചെയ്തിട്ട് ഞാൻ സാറൊക്കെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ എത്രയോ സാറിന്റെ മുന്നിൽ ഒന്നുമല്ല, ഞാൻ ഒരു ചെറിയ കലാകാരി. സാറിന് അതൊന്നുമില്ല. അങ്ങനെ സാറ് വലിയ ഒരു മ്യൂസിഷ്യനാണ്, ഞാൻ ഇങ്ങനെയാണ്, ചെറിയൊരാളാണ്, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും കാണിക്കാത്തൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് വളരെ ഉണ്ടാവും, എനിക്ക് പരിചയമില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്മരണാഞ്ജലിയായിട്ട് നമുക്ക് അദ്ദേഹം പാടിയ നിങ്ങൾ ഒരുമിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു 2 വരി അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഏതെങ്കിലും ലോകത്തിരുന്നത് കേൾക്കട്ടെ. തീർച്ചയായിട്ടും 2-3 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതിലിപ്പോ എനിക്ക് വരികൾ ഓർമ്മ വരുന്നത് ഇല്ലാത്താലം കൈമാറുമ്പോൾ തെമ്മാടി കാറ്റേ, കണ്ണിൽ കന്നിപ്പൂവോ പൊന്നോ മുത്തോ വാരി തൂവി നീ, മിണ്ടാപ്പാടം കൊയ്യും നേരം പുള്ളിക്കുഞ്ഞാറ്റേ, നിന്റെ വെള്ളിത്തൂവൽ കൊണ്ടെൻ നെഞ്ചിൽ കോരിയില്ലേ നീ, മഴയുടെ മൺമണം പുലരിവയിൽ നിറം, എന്നിൽ നിന്നിൽ ഒന്നായി ചേർന്നു മായാജാലം പോൽ പിന്നെ കുറച്ച് നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? വളരെ നേരത്തെ. അതെ, കുറച്ചു കാലം കൂടെ നമ്മുടെ കൂടെ വേണ്ടതായിരുന്നു. സാറിന് എന്താ വെച്ചാൽ മരിക്കുന്ന അന്ന് വരെ പാടണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കുറെ പ്രോജക്ട്സ് ഒക്കെ ഇനിയും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് പോകുന്നത്. ഇതിന് മുന്നേ തന്നെ കുറച്ച് ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്ന സമയത്ത് അതൊക്കെ ഓവർകം ചെയ്തിട്ട് ആണ് വന്നത്. അത് എനിക്ക് തോന്നുന്നു പാട്ടിനോടുള്ള ആ ഒരു പാഷൻ, പാട്ട് ഇനിയും പാടണം എനിക്ക് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ചിലപ്പം അന്നത്തെ ആ ഒരു തിരിച്ചൊരു വരവ് നടത്തിയത്. എപ്പോഴും എനിക്ക് ഒരു ദിവസം വയ്യാതായ സമയത്ത് എനിക്ക് 2 മാസത്തോളം എനിക്ക് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. റെക്കോർഡിങ്ങേ ചെയ്തിട്ടില്ല. കോവിഡ് കഴിഞ്ഞ് ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പണായി വരുന്ന സമയമായിരുന്നു. ശബ്ദം
ഭയങ്കര ബുദ്ധിമുട്ട്, പാടാൻ പറ്റുന്നില്ല, ഭയങ്കര എന്താ പറയുക, മ്യൂസീഷ്യൻസിന് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് മരിക്കുന്നതിന് തുല്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് സാറ് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ സാറ് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ, അതായിരുന്നു ഞാൻ വിളിക്കാതിരുന്നത്, ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്, പാടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടി ഒന്നും പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യൂ, ഗുരുവായൂരിൻ്റെ അടുത്ത് പോയിട്ട് തിരുമുടിമാല വഴിപാട് ചെയ്യൂ, ഒക്കെ ശരിയാവും, പ്രാർത്ഥിച്ചോളൂ ഇപ്പം തന്നെ. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്തോ സാറിൻ്റെ ബ്ലെസ്സിങ് ആണോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വേഗം ശരിയായി ശബ്ദം. സാറ് ഭയങ്കര ഭക്തനാണ് ഗുരുവായൂരപ്പന്റെ. ഭയങ്കര ഭക്തി. എപ്പോഴും ഞാൻ ശബ്ദത്തിന്റെ കാര്യം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സാർ ഇങ്ങനെ, എന്തോ ഒരു സീക്രട്ട് ഉണ്ടല്ലോ, ശബ്ദം എങ്ങനെയാ അങ്ങനെ സൂക്ഷിക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യങ്ങായി വരികയാണല്ലോ ശബ്ദം. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഒക്കെ ഗുരുവായൂരപ്പനാ കുട്ടി, ഒന്നും എനിക്ക് അറിയില്ല, ഒക്കെ ഗുരുവായൂരപ്പനാ, മൂപ്പരാ പാടിക്കണ എന്നെ. ശങ്കമാണന്റെ ശബ്ദം എന്നാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ അപ്പൊ നിങ്ങൾ നല്ല ഭക്തന്മാരാണ്. എന്നെക്കാട്ടും വലിയ ഞാൻ ഭക്തനാണ്. ചിട്ടയായിട്ടുള്ള ഭക്തി പറയില്ലേ, രാവിലെ തോഴും, വൈകുന്നേരം. അങ്ങനെയല്ല, ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനേക്കാളും മുകളിലൊരു ശക്തി ഉണ്ട്. അത് ചില ആൾക്കാര് ഭഗവാനോ ഭാഗ്യെന്നോ എന്തായാലും നമ്മളല്ല അൾട്ടിമേറ്റ്. ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അത് ഇപ്പൊ നമുക്കൊന്ന് ഫോക്കസ്ഡ് ആവണമെങ്കിൽ നമുക്കൊരു ഈശ്വരൻ വേണം. അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലും അങ്ങനത്തെ ഒരു തൊഴിലാണ്, ഡിവൈനായിട്ട് തൊഴിലാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഈശ്വരാധീനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഇതേപോലെ എനിക്കും ഇങ്ങനെ തോന്നിച്ചാല് ഒരു ശക്തി ഉണ്ട്. ആ ശക്തി നമുക്ക് കുറേ കാര്യങ്ങൾ, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് എപ്പോഴും പ്രകടിപ്പിക്കാറുള്ളത്. എനിക്ക് അത് വേണേ ഇത് വേണേ എന്ന് പറയണതിന് പകരം ഇത്രയും തന്നല്ലോ എനിക്ക്. നമ്മുടെ ചുറ്റും കാണുന്ന കുറേ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ മോളുടെ അടുത്ത് പറയാറുണ്ട്, നോക്കൂ, പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വഴിയിലൊക്കെ കിടക്കുന്ന ആൾക്കാർ നോക്കൂ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പ്രകടിപ്പിക്കണം. നമുക്ക് ഷെൽട്ടർ തന്നു, നമുക്ക് കൈയും കാലും തന്നു, കണ്ണ് തന്നു, നല്ലൊരു ബോഡി തന്നു, നമുക്ക് നല്ലൊരു ഫാമിലി തന്നു, വീട് തന്നു, സുഹൃത്തുക്കളെ തന്നു. ഇത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്നതൊക്കെ ബോണസാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കേണ്ടത്. നമുക്ക് ഡെസ്പറേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഡെസ്പറേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ മോള് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ചെറിയ കാര്യം മതിയാവും, സ്കൂളിലത്തെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ അമ്മ, യെസ് എന്ന് പറയും. നല്ല ചിരിയാണ് അത്. ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്? എവിടെ നല്ല ചിരിയാണ്. ചിത്ര ചേച്ചി ഓർമ്മ, ചിത്ര നല്ല തുറന്ന ചിരി ഉള്ള ആളാ. എന്തോ പറഞ്ഞാലും ചേച്ചി ചിരിക്കും. അത് സുജാ ചേച്ചി. അത് ഞാൻ പക്ഷെ കൊച്ചു പിശുക്കുള്ള ആളാ ചിരിക്കാൻ. ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചിന്തയിലായിരിക്കും. വേറെ എനിക്ക് ഭയങ്കര കുറേ കാര്യങ്ങൾ ചിലപ്പം തലയിൽ കൂടെ ഓടിയാൽ എന്തെങ്കിലുമൊക്കെ മറക്കും, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ആളുകൾ വരികയാണെങ്കിലും ഞാൻ ഈ ചിന്തയിലായിരിക്കും, അയ്യോ അത് ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ ചിലപ്പം ചിരിക്കാനൊക്കെ ഞാൻ മറന്നു പോകാറുണ്ട്. അയ്യോ, പിന്നെ അത് പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും അയ്യോ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ചിരിച്ചില്ലല്ലോ. പക്ഷെ തിരിച്ച് അവരെന്താ വിചാരിക്കുക, ഭയങ്കര ജാടയാണ് എന്നൊക്കെ വിചാരിക്കുമല്ലോ. മറന്നു പോകുന്ന ആളാണോ ഇടയ്ക്ക്? നമ്മളെയൊക്കെ മറന്നു പോകുമോ ഇടയ്ക്ക്? വിളിക്കലൊക്കെ ഉണ്ടോ? ഫോണൊക്കെ വിളിക്കുമോ? ഫോണൊക്കെ വിളിക്കുക? എന്നെ പറ്റിയുള്ള വലിയ പരാതി എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കുമല്ലോ, അതിന്റെ. ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. നേരെ തിരിച്ച് അപ്പൊ അരുണേട്ടൻ എവിടെയും പോവാണെങ്കിൽ ഞാൻ വിളിക്കാറേ ഇല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും, ഞാൻ ഇവിടെ എത്തിയിട്ടോ. അപ്പൊ ഞാൻ ഫുൾ ഫ്രീഡം ആണ്. അതാണ് കൂടുതൽ കിളി പോയ ആളാണോ നമ്മൾ അപ്പൊ ഞാൻ എപ്പോഴും പറയാം, എന്നെ കിട്ടി ഭയങ്കര ഭാഗ്യാണ്. ഞാൻ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല, സ്റ്റേറ്റസ് പോലും നോക്കാതെ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഫ്ലാറ്റില്, അവൾ എന്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ സ്റ്റേറ്റസ് ഒന്നും നോക്കണ്ട കേട്ടോ, എന്നും ഓരോ പെണ്ണുങ്ങളുടെ കൂടെയാണ് സ്റ്റേറ്റസ്, അത് കൂടെ കൊളീഗ്സിന്റെ കൂടെയാ. അപ്പൊ ഞാനിത് നോക്കാറില്ല, ഞാൻ സ്റ്റേറ്റസ് പൊതുവെ നോക്കാത്ത ഒരാളാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെയാണ് നോക്കുന്നത്, വാട്സാപ്പ് സ്റ്റേറ്റസ് നോക്കാറേ ഇല്ല. അപ്പൊ ഇവളിങ്ങനെ പറയും, നീ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ വേണ്ട നീ നോക്കണം, ഞാൻ പറഞ്ഞു തരാം, എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇയാളുടെ പ്രോഗ്രാം മറ്റേ റെക്കോർഡിങ്സ് എല്ലാം ഞാനാണ്
എന്റെ സ്റ്റാറ്റസിലാണ് ഉണ്ടാവുക, ഇയാളുടെ ഫോണിലൊന്നും എന്റെ ഉണ്ടാവുകയില്ല. സ്റ്റേറ്റസ് ഒക്കെ ഞാൻ മറക്കും, ഇടാൻ മറക്കും. ചിത്ര ചേച്ചിയായിട്ട് നല്ല സൗഹൃദമാണോ? ചിത്ര ചേച്ചി ഐഡിയ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുന്ന സമയത്താണ് ചിത്ര ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ജഡ്ജായിരുന്നു നമ്മുടെ. അതെ. ഇപ്പൊ ചിത്ര ചേച്ചിയും NG സാറും ശരത് സാറും ഇവരൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ, ഇവരുടെയൊക്കെ പാട്ടുകൾ ഒരുപാട് സ്നേഹിച്ച് അടുത്തൊന്നും അടുത്ത് പരിചയപ്പെടാൻ പറ്റുന്നു, അവരുടെ മുന്നിലൊക്കെ പാടാൻ പറ്റുന്നു പോലും വിചാരിക്കാത്ത കുട്ടികളാണ് നമ്മളെല്ലാവരും. അപ്പൊ അങ്ങനെ അവരൊക്കെ ആയിട്ട് അവരുടെ മുന്നിൽ പാടാൻ പറ്റുന്നു, ഇടപഴകാൻ പറ്റുന്നു, വലിയ ബ്ലെസ്സിങ് അല്ലേ? അല്ല ഇപ്പൊ അതേ ആളുടെ അടുത്ത് പോയി ജഡ്ജിങ് പാനലൊക്കെ വന്നിരിക്കുന്നുണ്ട് അല്ലേ? അത് ഉണ്ടായിരുന്നു. പ്രതീക്ഷയാണോ? അത് പ്രതീക്ഷയല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാം ബോണസ് ആണ് കിട്ടിയത്, മുഴുവൻ ലോട്ടറി ആണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മള് ഒരു അങ്ങനത്തെ പാരമ്പര്യമൊന്നുമുള്ള ഫിലിമോ സിനിമയോ ഒന്നും നമുക്ക് സിനിമ കാണാൻ പോകുന്നല്ലാതെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഫാമിലിയാണ്. പക്ഷെ എൻ്റെ പേരൻസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ പാട്ടുകാരി ആവണം. അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയല്ല, എനിക്ക് അറിയില്ലായിരുന്നു. കളിക്കുക, കുട്ടിക്കാലത്ത് നമ്മള് അടിച്ചു പൊളിക്കുക, കളിക്കുക, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക ഫ്രണ്ട്സിന്റെ കൂടെ, അതൊക്കെയായിരുന്നു മെയിൻ പരിപാടികൾ. അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ കുറേ മുതിർന്നതിന് ശേഷമാണ് പാട്ട് എന്നുള്ളത് സംഭവം സീരിയസ് ആണ് എല്ലാവരും പറയുന്നുണ്ട് എന്നൊക്കെ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ NSS ഹയർ സെക്കൻഡറി സ്കൂൾ മീഞ്ചന്ത, അവിടുത്തെ ടീച്ചേഴ്സ് വരെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവിടുന്ന് കിട്ടിയൊരു സപ്പോർട്ട് വളരെ വലുതാണ് എനിക്ക്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡിലേക്ക് ഇൻജെക്ട് ചെയ്തത്. നീ ഒരു പാട്ടുകാരി, നീ വലുതാകുമ്പോ പാട്ടുകാരി ആവുമ്പോ ഞങ്ങളൊക്കെ മറക്കുവോ, ടീച്ചേഴ്സിനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം, അപ്പൊ എനിക്കൊന്നും അറിയില്ല. അപ്പോഴേ അവരിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ പിന്നീട് അത് ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. അത് വലിയൊരു പ്രചോദനമായിരുന്നു എനിക്ക്. ടീച്ചേഴ്സിനൊക്കെ ഇപ്പോഴും കാണാറുണ്ട്? പിന്നെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് മൃദുല പാടിയത്? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ അതിനെ തുടർന്ന് സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പൊതുവെ കേൾക്കുന്നൊക്കെ ഉള്ള ഒരു സെമി ക്ലാസിക്കൽ ചായയുള്ള പാട്ടുള്ളായത് കാരണം കൊണ്ട് ഈ ഒരു അളിവേണി എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മധുചേട്ടൻ്റെ ഒരു ഡ്യുവറ്റ് ആയിരുന്നു ആ പാട്ട്. M ജയേന്ദ്രൻ സാറിന്റെ മ്യൂസിക് ആയിരുന്നു. അപ്പോൾ അത് പാടി അത് ഭയങ്കര, അത് സിനിമയിൽ ആ പാട്ട് ഇല്ല, അല്ല നമുക്കത് TV-ലൊന്നും കാണാൻ പറ്റില്ല, എന്തോ ക്ലൈമാക്സ് സോങ് അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ. പക്ഷെ അതൊരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ്, എനിക്ക് ആ പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ട് അരുണിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. അളിവേണി ചുരുൾവേണിയാകെ മണമോലും മലർമാല ചൂടി കസവാട കതിരാട മീതേ കളകാഞ്ചി മണികാഞ്ചി ചാർത്തേ കതിർമണ്ഡപത്തിനു മേലെ കനകത്തിടമ്പെന്ന പോലെ വരു നീ കമനീ ശുഭമീ വലതു പദമളിവേണി. ഒരുപാട് നല്ല പാട്ടുകൾ എന്നത് M ജയചന്ദ്രൻ. തീർച്ചയായിട്ടും നല്ല സൗഹൃദമാണോ അദ്ദേഹമായിട്ട്? സൗഹൃദമാണോ എന്താ പറയാ, ഭയഭക്തിയോടെ കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഗുരുനാഥൻ, പിന്നെ ഒരു വല്യേട്ടൻ, അങ്ങനത്തെ ഒരു സ്ഥാനമാണ് സാറിനുള്ളത്. കാരണം തെറ്റ് കണ്ടാ ചൂണ്ടിക്കാണിക്കും, തിരുത്തിത്തരും. പല കാര്യങ്ങളും എനിക്ക് ഒരുപാട് അഡ്വൈസ് ഒക്കെ തന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഒരുപാട് ഞാൻ വളരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരുപാട് എൻ്റെ സംഗീത ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പാട്ടുകൾ ലാലി ലാലി, മഴയെ തൂമഴയെ, അളിവേണി ചുരുൾവേണി, കൈതപ്പൂ മാടത്തെ, കന്നിപ്പെണ്ണെ, പിന്നെയുണ്ട് മൂക്കുത്തി മൂക്കുത്തിയുടെ തമിഴ് തെലുഗു ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ 19-ാം നൂറ്റാണ്ട്. അതെ, അദ്ദേഹം തന്നെയാണ് അവാർഡും തന്നിരിക്കുന്നത്. 2 പാട്ടും അദ്ദേഹത്തിന്റെ. മഴയെ തൂമഴയെ അല്ലേ പറയുമ്പോ എനിക്കൊന്ന് നമ്മള് പിന്നെ നേരത്തെ ലാലിയിൽ പറഞ്ഞപ്പം ശ്വേതയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് എപ്പോഴും ചോദിച്ചാൽ പറയും ലാലി ലാലിയാണെന്ന് പറയും. ശ്വേതയുടെ ഫേവറേറ്റ് സോങ് ആണ് അത്, ശ്വേത മേനോന്റെ. അതുപോലെ ഈ മഴയെ ദുൽഖറിന്റെ, അദ്ദേഹത്തിന്റെ വളരെ ദുൽഖറിനെ മീറ്റ് ചെയ്തപ്പോഴും പറഞ്ഞു, എയർപോർട്ടിൽ മീറ്റ് ചെയ്തപ്പം എയർപോർട്ട് വെച്ചിട്ടാ അദ്ദേഹം പറഞ്ഞു, എയർപോർട്ടില് ദുബായിലേക്ക് പോവായിരുന്നു. അപ്പം ഞങ്ങള് ലോഞ്ചിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫീമെയിൽ പോർഷൻ ആണ് ഇതിൽ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടില്ല, പിന്നെ പാടി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും
ആ മൃദുലനെ കണ്ടിട്ടത് നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ട് നേരിട്ട് തന്നെ പറയാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ അത്രയും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് സന്തോഷം. ദുൽഖറിന് വേണ്ടി വേറെയും പാട്ട് പാടാൻ പറ്റി, 100 Days of Love, ഹൃദയത്തിൻ നിറമായി. അത് ഈ യങ് ആയിട്ടുള്ള ഓഡിയൻസ് കുറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ പാട്ട്. കുറെ റീൽസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും സ്വപ്നങ്ങൾ ഇപ്പൊ നമുക്ക് വിചാരിക്കാം ആരുടെ ഇങ്ങനെ പാടണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ സംഗീതത്തില്? ഇഷ്ടം പോലെ. പിന്നെ ഇനി പാടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. റഹ്മാൻ സാറിനെ പാടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്, തമിഴിലും തെലുഗു, പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ കടക്കാത്ത കുറേ മേഖലകളും വർക്ക് ചെയ്യാത്ത കുറേ അസോസിയേറ്റ് ചെയ്യാത്ത കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ കൂടെ അസോസിയേറ്റ് ചെയ്യണം. കൂടുതൽ ഇപ്പൊ എൻ്റെ ബാൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ പുതിയ കൂടുതൽ അതിലേക്കാണ് എൻ്റെ ഫോക്കസ്. മൃദുല വാര്യർ ആൻഡ് ദ ബാൻഡ്. ഇപ്പം നമ്മുടെ ഇപ്പൊ ഷോസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫെബ്രുവരി മാർച്ചിലൊക്കെ ഷോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ഫ്ലറിഷ്ഡായി അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ മൃദുല നമ്മൾ കുറച്ച് വീണ്ടും തിരക്കിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് അടുത്ത റോള് എന്നുള്ളതാണ് അല്ലേ? അടുത്ത് ഇനി മാത്തുവിനെയും കൂടെ ഇതിലേക്ക് വലിക്കണം എന്നുണ്ട് എനിക്ക്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാൻഡിൽ പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോളും പോ. അമ്മ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അമ്മ ഒരിക്കലും കൊണ്ടുപോകില്ല. കൊണ്ടുപോകാത്ത എല്ലാ ഇന്റർവ്യൂവിൽ വന്നിട്ട് വേണമെങ്കിൽ പരാതി പറയാറില്ല കേട്ടോ. അങ്ങനെയെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാല് ആൾക്ക് അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടം, കുറച്ചൊരു ബീറ്റൊക്കെ വേണം. പാട്ടൊക്കെ ഇഷ്ടം. മെലഡി അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയാൻ പാടുമോ? എല്ലാ പാട്ടും ഇഷ്ടമാവണ്ടേ? ഞാൻ ഈ റീലൊക്കെ ചെയ്യാൻ വേണ്ടി പാടാൻ കൊടുക്കുന്നതൊക്കെ പഴയ പാട്ടുകളല്ലേ. പുള്ളിക്കാരിക്ക് വേറെ പാട്ട് ഏതെങ്കിലും പറഞ്ഞൂടെ അമ്മ? എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ നമ്മള് കരഞ്ഞു പോവും. ഞാനും ഞങ്ങള് കൈ ഡാൻസ് പഠിക്കുന്ന ഡാൻസിന്റെ പാട്ടുകളാണല്ലോ കേൾക്കുന്നത്. അതിൽ ഹിപ്പ് ഹോപ്പ് ആയിട്ടുള്ള പാട്ട് ഇപ്പൊ കേൾക്കുമ്പോ അയാളുടെ മനസ്സിൽ അതാണ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ക്ലാസിക്കല് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അല്ലാത്ത പാട്ടുകളും കൂടി കേട്ടിട്ട് പരിചയമായി വരുന്നത്. എന്തായാലും ബാൻഡിൽ പാടുമോ മോള്? പാടും, പിന്നെ പാടും ഉറപ്പായിട്ടും. എന്നിട്ട് അമ്മയെ തോൽപ്പിക്കണം. പിന്നെ നീ ഒട്ടകത്തിന് സീറ്റ് കൊടുത്ത പോലെ എന്നെ ചവിട്ടി പുറത്താക്കാൻ അമ്മയെക്കാട്ടി വലിയ ഗായികയായിട്ടൊക്കെ മാറട്ടെ അല്ലേ? എന്തെങ്കിലും ഇതുണ്ടോ ഈ ഗായികമാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗായികമാരോട് ഗായികമാരാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്നെ കറക്റ്റ് ചെയ്യരുതേ പാടുമ്പോ അല്ലേ? അതിപ്പോ നിർത്തി, നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അപ്പൊ സന്തോഷത്തോടെ ഈ ചിരിയോടുകൂടി നമുക്ക് നിർത്താം. ഇങ്ങനെ തന്നെ ജീവിതം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. അയ്യോ, 3 പേർക്കും അറിയാം. ഇനി 3 ആളില്ലേ? 2 പൂവേ പാലപ്പൂവേ അറിയോ? വേണ്ട, അത് മുറില പാടിയാ നിങ്ങൾ പാടിയാ മതി. നിങ്ങൾ പാടിക്കോ. മറ്റേത് പഠിക്കോ. നിങ്ങൾ റീൽസ് എടുത്തിട്ടുള്ള സാധനം പഠിക്കോ. മാത്രമേ അതാണോ? ഏതായിരുന്നു? കണ്ണാൻ തുമ്പി പാടാം. കണ്ണാൻ തുമ്പി അത് മാത്രം അറിയാലോ, പാടിക്കോളൂ. ഓക്കെ. മന്ത്രത്താല അത് പാടിയില്ല അല്ലേ? അതെ തുമ്പീവ. ഓക്കെ. മന്ത്രത്താൽ ഊഞ്ഞാലേ. ഓക്കെ അല്ലേ? ഞാൻ ജോയിൻ ചെയ്യാം. ഓക്കെ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണല്. ഊഞ്ഞാലേ പാടാമോ? ഊഞ്ഞാലേ പാടാമോ? മാനത്ത് മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി? തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. താങ്ക് യു.